ഗൈസ്, അപ്പൊ നമ്മൾ ഇന്ന് ഒരു ഫ്രഷ് ചലഞ്ച് ആയിട്ടാണ് സുഹൃത്തുക്കളെ വന്നിരിക്കുന്നത്. ബെറ്റർ പാർട്ട് 2 മുറുവിന്റെ കൂനോമിയാണ് നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത്. മൃദുലയുടെ നടുക്കിരിക്കുന്നത്. മൃദുലയുടെ ആഗ്രഹങ്ങൾ നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ ഇല്ലെന്ന് നോക്കാം. അന്ന് നമ്മൾ ചലഞ്ച് ഇട്ടപ്പോൾ നിങ്ങൾ കമന്റ് ചെയ്തായിരുന്നു അതൊരു ഫെയർ ആയിട്ടുള്ള കളിയല്ല, സ്ലേറ്റ് എന്തെങ്കിലും എഴുതാൻ കുറച്ച് അലപ്പുറയായിരുന്നു, ഒരു അളുമ്പായിരുന്നു ഇച്ചിരി. മെയിൻ അളുമ്പ് ഇവനായിരുന്നു. ഇവല്ല ഒരു കളി കളിക്കാൻ കൊള്ളത്തില്ല. ലാസ്റ്റ് കളിച്ചാൽ മറ്റില്ല, ബാഡ്മിന്റൺ കളിക്കാനും കൊള്ളൂല. അല്ലാതെ ഒരു ചലഞ്ച് എടുക്കാൻ പോകുന്ന മഹാ അലുമ്പ. പ്രോഡക്റ്റിന്റെ ചലഞ്ച് ചെയ്തപ്പോഴും ഒരാൾ പറഞ്ഞ് ഒരു ഇതില്ലായിരുന്നു, ഇതാകുമ്പോ ഒരു കോർഡിനേഷൻ അല്ലായിരുന്നു. എന്റെ ഒരു മൂവ്മെന്റ് അനുസരിച്ച് പെട്ടെന്ന് പറയുമായിരുന്നു. അതിൽ ഇവൻ പറഞ്ഞാൽ ഞങ്ങൾ ഒത്തു കളിച്ചു. ഇതിപ്പോ ഞാനും ഇവിടെ എഴുതും, ഇനി എഴുതിയത് കാണിക്കുമല്ലോ. അപ്പൊ പിന്നെ ഒത്തുകളിയല്ലോ. അല്ല, തോറ്റു കഴിഞ്ഞാലും കൊച്ചു സമ്മതിക്കത്തില്ല. അഥവാ ഞാൻ ജയിച്ചിട്ട് കൊച്ചു തോറ്റു കഴിഞ്ഞാൽ കൊച്ചു പറയും നിങ്ങൾ ഒത്തു കളിച്ചത്. അതാണ് ഒത്തുകളി ഉണ്ട്, ഒത്തുകളി ഉണ്ട്. ഇനി അങ്ങനൊന്നും പറയത്തില്ലല്ലോ. അല്ല, മുമ്പേ ക്വസ്റ്റ്യൻ ഒക്കെ പോയി പറഞ്ഞ് പഠിപ്പിച്ചു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇനി കുഴപ്പമില്ല. അമ്മ നോക്കിക്കോടെ. ഇന്ന് ഉച്ചക്ക് വീഡിയോ എടുത്തെടുത്ത കൊച്ചു പറഞ്ഞ് എന്തൊക്കെ ചോദ്യോ ചോദിക്കുന്നേന്ന് ഞാൻ കേട്ടായിരുന്നു. അപ്പൊ മൃദുല പറഞ്ഞ് സൗകര്യമില്ല പറയായിരുന്നു. ചോദ്യമൊക്കെ ഇച്ചിരി ടഫ് ആയിരിക്കും. ഫേവറേറ്റ് ഫുഡ്, ഫേവറേറ്റ് കളർ, അതൊക്കെ ചോദിക്കും, കാരണം അതൊക്കെ അറിയാമെന്ന് എനിക്ക് അറിയണ്ടേ. അത് നിനക്ക് അറിഞ്ഞൂടെ? സ്ലൈറ്റ് കുറെ നാളായി സ്ലൈറ്റ് ഒക്കെ എടുത്ത് കഴിച്ചു. കുറെ നല്ല പണ്ടല്ലേ, എനിക്ക് ഓർമ്മ പോലും അല്ല സ്ലൈറ്റ് വെച്ച് കളിക്കുന്നത്. അമ്മ എന്നാ അമ്മ സ്ലൈറ്റ് ഒക്കെ വെച്ചിരുന്ന അംഗൻവാടിയിലൊക്കെ പണ്ട് ഇത് എഴുതിയിട്ട് നമ്മളൊരു മഷിത്തന്റെ ഒരു ചെടിയുണ്ട്, വായിക്കും, മായിക്കും. പോകുന്ന വഴിക്ക് അത് പറിച്ചോണ്ട് മായിക്ക്. അതുപോലെ ഈ ചോക്ക് അല്ലായിരുന്നു, ഒരു ചോക്ക് മണ്ണിന്റെ മണമുള്ള ചോക്ക്. ഈ ബോർഡ് ഇതല്ലായിരുന്നു, സ്ലേറ്റ് പെൻസിൽ. ഒരു കല്ല് കണക്കിരിക്കും. ആ സാധനം കല്ല് കണക്കിരിക്കും. അത് വെച്ച് എത്ര വേണമെങ്കിലും വരയ്ക്കാം, തീരൂല. അത് ചില ചോക്ക് വെച്ച് അറിയുമ്പോ കീരി സൗണ്ട് കേൾക്കും. അത് എല്ലാ പിള്ളേരെല്ലാരും കൂടെ ഇരുന്ന് എഴുതുമ്പോ ലെറ്റ്സ് ജംപ് ടു ഫസ്റ്റ് ക്വസ്റ്റ്യൻ. മൃദുല പറഞ്ഞോളൂ. ചോദിച്ചോളൂ. അതിന് മുന്നേ ഞാൻ മാർക്ക് ഇവിടെ നിങ്ങൾക്ക് കാണാലോ. മൃദുലയുടെ നല്ല കൈയ്യക്ഷരല്ലേ? പിന്നെ നല്ല കൈയ്യക്ഷരോ? എന്റെ കൈയ്യക്ഷരം കൊള്ളത്തില്ല കേട്ടോ. കൈയ്യക്ഷരം കൊള്ളത്തില്ല. നല്ല കൈയ്യക്ഷരല്ലേ? അമ്മയുടെ കൈയ്യക്ഷരം കാണണം. വളിച്ച കൈയ്യക്ഷരം. അമ്മയുടെ മോനായോണ്ട് എന്റെ അതിലും വളിച്ചതാണ്. പിന്നെ അവന്റെ പറയണ്ടേ, ഏറ്റവും വളിച്ച കൈയ്യക്ഷരം അവന്റെ. പോടാ, നിന്നെക്കാട്ടി കൊള്ള എന്റേത്. നിന്നെക്കാട്ടി കൊള്ള അവന്റേത് അല്ല, അവനെക്കാട്ടി കൊള്ള എന്റേത്. ഓക്കെ ഗൈസ്, അപ്പൊ ഇതാണ് നിങ്ങൾക്ക് കാണാം. ഞാൻ ഇവിടെ എഴുതുമ്പോഴും മാർക്ക്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. സിമ്പിളി തുടങ്ങണോ ടഫി തുടങ്ങണോ? യുവർ ചോയ്സ്. ഫേവറേറ്റ് കളർ? ബ്ലാക്ക്, റെഡ്, പിങ്ക്. മുട്ട ഇടണ്ടല്ലോ. ഫേവറേറ്റ് കളർ പോലും അറിയത്തില്ല അല്ലേ? വഴക്കിലെ തീരും. എനിക്ക് കഴിക്കാൻ ഏറ്റവും ഇഷ്ടമുള്ള ഫുഡ് കാണിക്കട്ടെ. ബിരിയാണി, നൂഡിൽസ്. അമ്മ ഞാൻ കഴിക്കാൻ ഏറ്റവും ഇഷ്ടമുള്ള ഫുഡ് എന്നല്ലേ പറഞ്ഞേ? നൂഡിൽസ് ഭയങ്കര ഇഷ്ടമാണ് ഗൈസ്. ഈ പടക്ക് ഇവിടെ എവിടെ പോയാലും എപ്പി മാഗി എന്ന് പറഞ്ഞു കഴിയും. മാഗി ഇഷ്ടമാണ്, നൂഡിൽസ് ഇഷ്ടമല്ല. അതിഷ്ടല്ല. നീ ബിരിയാണി തിന്നാൻ നോക്കിയോ? ബിരിയാണി ബിരിയാണി നമ്മള് വരുമ്പോ ബിരിയാണി തിന്നാൻ നോക്കിയോ? നീ അറിയും നിന്നെ നോക്കിയോ? എനിക്ക് ഇഷ്ടപ്പെട്ട നടനാ? മലയാളത്തിലാണോ? മലയാളത്തിലാ. എനിക്ക് ഉത്തരം പോലുമില്ല. ഞാൻ പറയാം. മനസ്സിലായില്ലേ എത്ര വർഷം സ്നേഹിച്ചേ? ഇത്ര സിമ്പിൾ പോലെ അറിയത്തില്ല. ഒരു ഓപ്ഷൻ, രണ്ട് ഓപ്ഷൻ ഉണ്ടോ? രണ്ട് സ്ലൈൻ അപ്പുറത്തും ഇപ്പുറത്തും ഉണ്ട്. ഇല്ല, ഞാൻ കണ്ടില്ല. സത്യം ഞാൻ കണ്ടില്ല. ഒന്നെങ്കിലും അവിടെ ഇപ്പൊ ഒന്നായി. ഞാൻ 3 നടന്മാരുടെ ചോദിച്ചു മായിക്കാം. പ്രണവ് മോഹൻലാൽ. ആര്? മമ്മൂട്ടിയാ? മമ്മൂക്ക. അത് പെട്ടെന്ന് അങ്ങോട്ട് പോയില്ല. ഞാൻ മോഹൻലാലും മമ്മൂട്ടിയും പറയുന്നു വിചാരിച്ചില്ല. നമ്മൾ പോയതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം. ഏട്ടന്റെ അടുത്ത് ചോദിച്ച ചോദ്യമാണ്, പക്ഷെ അതാണ് ആൻസർ എന്ന് നിങ്ങൾ വിചാരിക്കരുത്. ആ ക്ലൂ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് പോയിട്ട് ഇഷ്ടപ്പെട്ടിട്ട് ഇനി നമുക്ക് അവിടെ പോണം ഈ ഇടയ്ക്കും പറഞ്ഞിരുന്നു. ഇനി ക്ലൂ ഇല്ലേ? ഈ ഇടയ്ക്കും പറഞ്ഞാ? ഈ ഇടയ്ക്കും പറഞ്ഞു. അതേ സ്ഥലം? അതല്ലെങ്കിൽ പിന്നെ ഏത് സ്ഥലം? കല്യാണത്തിന് മുമ്പായിരുന്നു. ഇനി ക്ലൂ ഇല്ല.
റൂമിലോട്ട് വാ, ഞാൻ തരാം. ഇല്ല. അച്ഛൻ കോവില് ഗോകുലന്റെ തേങ്ങ പൊന്മുടി. അമ്മയുടെ കോളേജിൽ ഇല്ലല്ലോ. അവ എത്ര വർഷം അവിടെ പ്രേമിച്ച നീ? 6 വർഷം 7 വർഷം. ഈ സ്ഥലവും കളർ ഞാൻ അങ്ങനെ കളറെന്ന് പറഞ്ഞൂടെ? എവളെ ചുണ്ടത്ത് 24 മണിക്കൂർ ചോമലായിട്ട് ഇട്ടിട്ട് നടക്കുന്ന, എന്നിട്ട് നമുക്ക് പിങ്ക് ഇഷ്ടമെന്ന്. അതൊക്കെ നമ്മൾ എങ്ങനെ മനസ്സിലാക്കുന്നത്? നീ പറ. അത് പിന്നെ പിങ്ക് ഇഷ്ടമാണെങ്കിൽ ഫുള്ള് പിങ്ക് അടിച്ചുകൊണ്ട് നടക്കാൻ പറ്റുമോ? എന്റെ ഫേവറേറ്റ് ഐസ്ക്രീം ഫ്ലേവർ തൈര് ഐസ്ക്രീം. എന്താ പിന്നെ പറയാ കാണിക്കാമോ? കമ്പനിന്നാ പറഞ്ഞ. എടാ ഞാൻ ബ്രാൻഡ് എഴുതി വെച്ച്. ഏത് ബ്രാൻഡാ അത്? വാനില. ആ ഞാനും വാനില. സ്ട്രോബെറി. എടാ എപ്പോഴും വാനില മേടിക്കുന്ന മനപ്പൂർവ്വം തെറ്റിക്കുന്ന കേട്ടോ അത്. സ്ട്രോബെറി ഇല്ലെങ്കിൽ നീ ആ പോയിന്റ് എടുത്താൽ എനിക്ക് ഒരു പോയിന്റ് അവന് ഒരു പോയിന്റ്. ആ തെറ്റ് പറഞ്ഞിട്ടേ ഞാനാ ദേഷിക്കുന്നത്. ഇത് ഒരുമാതിരി തിന്നുന്ന എല്ലാം തിന്നാൻ നീതി വലിച്ചു എന്നിട്ട് എനിക്ക് ഫേവറേറ്റ് ചെയ്താണ് ഫുഡ് എന്റെ വാനില അല്ല. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്ന് രാത്രി ചട്ടിക്കകത്തിട്ട് ചോറ് ഉണ്ട് എന്ന് ചട്ടിച്ചോറ് ഇഷ്ടമാണോ നമുക്ക്? എനിക്ക് ഇടാൻ ഇഷ്ടമുള്ള ഡ്രസ് ക്ലൂ തരാനാണെങ്കിൽ ഇനി തെറ്റിക്കണ്ട. മോഡേൺ ആണോ ട്രഡീഷണൽ ആണോ? അതിലേതെങ്കിലും ഒന്ന് എഴുതിയാൽ. ഒരു പോയിന്റ് അപ്പുറത്തും ഇപ്പുറത്തും ഒരു പോയിന്റ്. ഒന്ന് അച്ഛന്റെ പേരൊക്കെ ചോദിക്കാം. അതേപോലെ ഫുൾ നെയിം സ്പെല്ലിംഗ് കറക്റ്റ് തെറ്റാതെ എഴുതണം. ഫുൾ നെയിം എന്താന്ന് പറയണോ? മൃദുല മുരുകൻ. സ്പെല്ലിംഗ് കറക്റ്റ് തെറ്റാതെ എഴുതണം അല്ലേ? ഈ കുട്ടി പണ്ടേ ബാക്കിലോട്ടാ. ഈ കുട്ടി പിന്നെ മരുകനാ. ഇതാ കറക്റ്റ്. ഇവർ കറക്റ്റ് എഴുതി. അയ്യോ ഞാൻ കറക്റ്റ് എഴുതിയിട്ട് വെട്ടിയിട്ട് രണ്ട്. അത് ഞാൻ നല്ലോണം കറക്റ്റ് ആയിട്ട് എഴുതിയത്. അതിന്റെ ഞാൻ വെട്ടിയിട്ട് അയ്യാക്കി. കറക്റ്റ് ആയിട്ട് എഴുതിട്ടേ തെറ്റായിട്ട് എഴുതി. എക്സാമിൽ അങ്ങനെ ആയിരിക്കും കേട്ടോ. ചിലപ്പോ നമ്മള് നല്ല കറക്റ്റ് ക്വസ്റ്റ്യൻ എഴുതിട്ട് പിന്നെ ആ കാറ്റഗറി ഇട്ടപ്പോ മനസ്സിലായില്ലേ? അപ്പൊ എനിക്ക് എഴുതാം. എനിക്ക് 2 പോയിന്റ് മഞ്ഞ ലീഡിൽ നിൽക്കുന്ന സുഹൃത്തുക്കളെ. എന്റെ ചെരുപ്പിന്റെ സൈസ്. അയ്യോ ഞാൻ എഴുതി 6 8. അയ്യോ ഈ പെണ്ണിന് എനിക്ക് ഈ ഇടയ്ക്ക് എനിക്ക് ചെരുപ്പ് വാങ്ങിച്ച് തന്നതായിരിക്കും. അമ്മയുടെ സൈസ് 6 എന്റെ വലിയ കാലാ. വിരലൊക്കെ കണ്ടു. ഞാൻ നിന്റെ കൊച്ചിലെ സൈസാണ് ഉദ്ദേശിച്ചത്. എന്റെ ഇപ്പോഴത്തെ ഡ്രസ്സിന്റെ സൈസ്. ഇപ്പൊ ഞാൻ ഉപയോഗിക്കുന്ന ഡ്രസ്സിന്റെ എനിക്കറിയാം. എക്സൽ ഡബിൾ എക്സൽ. എക്സല് ഡബിൾ എക്സൽ ഞാൻ അത്ര കാലയായോ? ഡബിൾ എക്സൽ എടുത്തത് പോയിട്ട് ഞാൻ എക്സല്ലേ എടുത്തത്. ഇത് ഇട്ടേക്കുന്നത് എക്സല്ല. സെയിം. അടുത്ത ചോദ്യം. എനിക്ക് കേൾക്കാൻ ഇഷ്ടമുള്ള പാട്ട് ഓപ്ഷൻ തരാം. സ്ലോ ഫേസിൽ പോകുന്ന മെലഡി ആണോ അതോ ഡപ്പാങ്കുത്ത് ഭയങ്കര എന്ത് പറയുന്നേ DJ മോഡ് പോലത്തെ അങ്ങനത്തെ ആണോ? സ്ലോ മെലഡി. രണ്ടുപേർക്കും പോയിന്റ്. എന്റെ പക്ഷെ കറക്റ്റ് സ്ലോ മെലഡി. അയ്യോ സ്ലോ മെലഡിയോ ചോദിച്ചത്. മെലഡി അല്ല സ്ലോ അല്ലേ പിന്നെ എന്തോ ഫാസ്റ്റിലുള്ള മെലഡി ഉണ്ടോ? ഏത് ഫാസ്റ്റിലുള്ള ഏത് മെലഡി ഒന്ന് കാണിച്ചു തന്നെ നീ. ഞാനടിച്ചാൽ താങ്ങമാട്ടേ വീട്ടിൽ പോയി സേരമാട്ടേ ഓ പൊടി അപ്പടി പൊടി. എനിക്ക് ഷോപ്പിംഗ് ആണോ ഇഷ്ടം അതോ ഈറ്റിംഗ് ആണോ? ഫുഡ് കഴിക്കാനോ ഇഷ്ടം? ഞാൻ ചോദിക്കേണ്ട ആവശ്യമില്ല. ഈറ്റിംഗ്. ഇത് ഏട്ടൻ ചോദിച്ച ഒരു ചോദ്യം കേട്ടോ. എന്റെ ഒരു ഹിഡൻ ടാലന്റ്.
ഞാൻ ഈ ക്വസ്റ്റ്യന് പണ്ടേ ആൻസർ ചെയ്തായിരുന്നു. ഹിഡൻ ടാലന്റ് വെച്ചാ ഒരു കിലോ അരിയൊക്കെ ഒറ്റ ഇരിപ്പിന് കുത്തിട്ട് തിന്നും. ഹിഡൻ ടാലന്റ്. അല്ലെങ്കിൽ നല്ലൊരു കട്ടിലും മെത്തയും കൊടുത്ത് ഉറങ്ങും 2 ദിവസമൊക്കെ കിടന്ന് ഉറങ്ങും. അതൊരു ഹിഡൻ ടാലന്റ് ആണ്. റീൽസ് ചൂണ്ടുന്നതാണ്, അതൊന്നും ഒരു ടാലന്റ് അല്ലേ? എനിക്കൊന്നും പറയല്ലേ, എന്തെങ്കിലും എഴുതട്ടെ. മുങ്ങാങ്കുഴി ഇടുമായിരിക്കും വെള്ളത്തിൽ. നീ എന്തോ എഴുതിയാണ്? നീ എന്ത് പശുവിനെ കറക്കും. ഇടാണ് പശുവിനെ കറക്കുന്നതായിട്ട്. അതെല്ലാവർക്കും അറിയാലോ. എന്താ എഴുതിക്കുന്ന ഡ്രോയിങ്. ഇത് ഞാൻ സമ്മതിച്ചില്ല. ഞാൻ സമ്മതിക്കത്തില്ല. ഇതാണ് കറക്റ്റ് ആൻസർ. പശുവിനെ കറക്കും, പശുവിനെയൊക്കെ നോക്കറിയാം. ഇതാണ് അവിടെ ഹിഡൻ ടാലന്റ്. പടം വരയ്ക്കും, നോക്കി നല്ലോണം പടം വരയ്ക്കും. ഞാൻ കണ്ടിട്ടില്ല. അന്ന് ഒരു പടം വരച്ചു തരണേ. അവിടുത്തെ അവനെ വരെ എന്നെ വരാ പോസ് ചെയ്ത് തരാം. നീ വരാ വരച്ചിട്ട് ബാക്കി ഉണ്ടാക്കിയത് വരാ. അപ്പൊ ഇനി ഞാൻ പശുവിനെ കറന്ന് കാണിക്കണോ? എന്റെ ഹിഡൻ ടാലന്റ് കാണിക്കാൻ. അതിന് ഇവിടെ ഉണ്ടല്ലോ, നീ അങ്ങോട്ട് നിക്കടാ കറക്കട്ട്. അതുകൊണ്ടല്ലേ ഞാൻ സുവോളജി എടുത്തതേ. എനിക്ക് ഇഷ്ടമാണ് താവിനെ അതിലിരുന്ന് ഞാൻ എല്ലാം വരയ്ക്കും. ഞാൻ കണ്ടിട്ടൊന്നുമില്ല. എനിക്ക് ട്രാൻസ്പോർട്ട് ചെയ്യാൻ ഇഷ്ടമുള്ള മോഡ് കാർ. ഞാൻ ഇഷ്ടം എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഓക്കെ, ഇനി ഒരു ക്ലൂ ഞാൻ തരത്തില്ല. എപ്പോഴും ചെയ്യുന്നതല്ല ഞാൻ ഉദ്ദേശിച്ചത്. ബൈക്ക്. മൃദുല കാണിക്ക്. ഞാനല്ല കാണിക്കുന്നത്, നിങ്ങള്. ബൈക്ക്. ഓക്കെ, ബൈക്ക്. എടുക്കേ. അടുത്ത ചെക്കപ്പിന് ബൈക്കിൽ പോവേ. മൂട് കുത്തിയടിച്ച് വീഴുമ്പോ ശരിയാവും. അടുത്ത ചെക്കപ്പിന് ബൈക്കിൽ പോവേ. ഏട്ടാ, നമ്മള് നൈറ്റ് ഡ്രൈവ് ഒക്കെ പോയിട്ടില്ല ഏട്ടാ? നൈറ്റ് ഡ്രൈവ് ഒക്കെ പോയിട്ടുണ്ട് പണ്ട്. പകല്. അത് ഞാൻ ഓർക്കുന്നു. നൈറ്റ് രാത്രി നൈറ്റ് ഡ്രൈവ് പകല്. ഹോബി. എനിക്ക് ചെയ്യാൻ ഇഷ്ടമുള്ളൊരു ഹോബി. ഒഴിവ് സമയങ്ങളിൽ ഞാൻ എന്തായിരിക്കും ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, എനിക്ക് ഇഷ്ടപ്പെടുന്നത് അത്ര. നോക്കിയിരിക്കുന്ന അവനെ നോക്കി പറയട്ടെ. തിരുട്ട് ഓപ്ഷൻ ഇല്ല, ഒറ്റ ഒന്നേ എഴുതാവേ. ഒരുപാടുണ്ടായിരുന്നു. ഇല്ല, ഞാൻ എഴുതിയില്ല. നീ എഴുതിയാണോ? കാണിച്ചു കൊടുക്കല്ലേ, വേണം നിന്റെ നോക്കി എഴുതണോ? അപ്പൊ ഇത് കറക്റ്റ് ആടാ. ഡാൻസിങ്. സ്ലീപ്പിംഗ്. ഒഴിവ് സമയത്ത് എന്താണ് ചെയ്ത? എടാ, സ്ലീപ്പിംഗ് അല്ലേ ഇപ്പൊ ആരെ ലീഡ്? അവൻ കൊച്ചു. പണ്ടുള്ള ഓട്ടോഗ്രാഫില് ഇതിനകത്ത് എഴുതിയിരിക്കുന്ന ഡാൻസിങ് എന്നാ. ഇപ്പൊ മാറി കേട്ടോ അത്. എനിക്ക് ബീച്ചാണോ മൗണ്ടൻ ആണോ ഇഷ്ടം? മൗണ്ടൈൻ. ബീച്ച്. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇവള് മെനങ്ങാന്ന് എന്നുള്ള മല കയറാൻ വന്ന എന്നിട്ട് പറയാ രണ്ടിന്റെ തെറ്റാണാ നിന്റെ? എന്തിനാ അയ്യോ നമ്മുടെ സെയിം ആയിട്ട് എഴുതിയത്. തെറ്റാ രണ്ടും. നമ്മൾ ഒരേ സ്കൂളിലായിരുന്നു പഠിച്ചത്. ചിരിക്കണ്ട, ബുദ്ധിയെ കിട്ടും. എന്റെ ഡേറ്റ് ഓഫ് ബർത്ത് ഫുൾ എഴുതണം, മാസം, ദിവസം, വർഷം. 1999. അയ്യോ, ഞാൻ നവംബർ 23. അവിടെ ഇരുന്നോണ്ട് ഇങ്ങനെ കാണിച്ച്. നമ്മളെ ലാസ്റ്റ് കണ്ടതിൽ എനിക്ക് ഇഷ്ടപ്പെട്ട മൂവി വാഴ. ഇത് എഴുതിയില്ല. അയ്യോ എടാ പട്ടി, അത് എഴുതിയാ നീ നോക്കി. ഞാൻ വാഴ. വാഴ. എന്റെ വീട്ടിൽ വിളിക്കുന്ന പേര് മോളെ. എനിക്ക് ഒരുപാട് പേരുകളുണ്ട്, എന്നാലും എന്തൊരു മാട്ടുകുട്ടിന്നാ പട്ടിക്കുട്ടിന്നൊക്കെയാ പേര് വീട്ടിൽ വിളിക്കുന്ന. കുഞ്ഞാട്ടി, പട്ടിക്കുട്ടി. മാർക്ക് കൊടുക്കാം, പക്ഷെ ഞാൻ എഴുതിയത് ലക്ഷ്മിന്നാ. കുഞ്ഞാട്ടിന്നും വിളിക്കും.
ഉണ്ട്, പേരുണ്ട്, അതുകൊണ്ട് മാർക്ക് ഒരു മനുഷ്യന് ഒരു പേരൊക്കെ അല്ലെങ്കിൽ 2 പേരൊക്കെ തന്നെ അതാണ്. ഇത് 3-4 പേരൊക്കെയാണ് വീട്ടിൽ വിളിക്കുന്നത്. ഉണ്ടല്ലോ തെണ്ടി, പട്ടി, നാറി. എനിക്ക് ഒറ്റ പേരേ ഉള്ളൂ, പ്രവീൺ. എനിക്ക് ഒറ്റ പേരേ ഉള്ളൂ, പ്രവീൺ PB. ഇത്ര ഉള്ളൊരു എനിക്ക് വേറെ പേരൊന്നുമില്ല കേട്ടോ. നാട്ടിൽ നല്ല ചീത്ത പേരുണ്ട് അതുകൊണ്ട്. അതെ, ചേട്ടനായോണ്ടാ. നല്ല വിഷമുണ്ട്. അല്ല, അഴിവിന്റെതാണ് കേട്ടോ. ചേട്ടനായിട്ടുള്ള പേര് ശരിക്കും ഉള്ളു. ഇപ്പൊ അഴിവിട്ടിരുന്ന് തലയാട്ടിട്ട് പറഞ്ഞ എന്നെ കാണിക്കുന്നത് കേട്ടോ. എന്റെ ഇപ്പോഴത്തെ വെയിറ്റ് 73. 70. 75. അയ്യോ, അത്ര ആയോ? അത്ര ആയിരുന്നു ഗൈസ്, അത്ര ആയിട്ടുണ്ട്. എന്റെ മുഖത്ത് എത്ര നിറവുണ്ട്. ഓ, അതിന് മറച്ചു വെച്ചല്ലേ? കഴുത്തില് കൂട്ടു? ഇല്ല, മുഖത്ത്. ഞാൻ എഴുതി. ഞാനും എഴുതി. ഉറപ്പാണ്? 3 4 2 തെറ്റി. എത്ര ഉണ്ട്? 1 2 3 4 5. ഇവിടെ ഒന്നുകൂടെ ഉണ്ട് 4. പിന്നെ ഇത് കൂട്ടി കണ്ണിന്റെ ഇവിടെ ഉണ്ട് 5. ഇത് എന്റെ മുഖത്ത് 4 പറഞ്ഞില്ലേ? ഒരെണ്ണം അല്ലേ കുറഞ്ഞോളൂ. ഈ കല്ലിപ്പോഴും മുഖത്തൊക്കെ നോക്കണേ ഒന്ന്. ഈ കണ്ണിൽ ഇപ്പം വന്നേട്ടാ. അല്ല, ഇത് പണ്ട് തൊട്ടേ ഉള്ളതാ. ഇച്ചിരി കുഞ്ഞായിട്ടാ. അത് ഏത് ജ്യൂസാണ് ഇഷ്ടം? ഓറഞ്ച്. ഇപ്പൊ ഓറഞ്ച് കുടിച്ച ഓറഞ്ച് ഇല്ലെങ്കിലേ ഞാൻ വാട്ടർമെലൺ. ഓറഞ്ച് ഇല്ലടാ. ഇല്ല, വാട്ടർമെലൺ. നീ എപ്പം പോയാലും വാട്ടർമെലൺ കുടിക്കുന്ന. നീ വാട്ടർമെലൺ പറയൂങ്കി. ഇനി വാട്ടർമെലൺ നീ പറയൂങ്കി. വൈറ്റമിൻ സി, അതുകൊണ്ട് ഓറഞ്ച് ജ്യൂസ് ആണ് നിങ്ങൾ കുടിക്കുക. വാട്ടർമെലൺ നീ ഇവിടെ ചെത്തി തിന്നണോ? ഇനി നിന്നെ അറിയി ഞാൻ നോക്കിയോ. ഞാൻ എത്ര കാത് കുത്തിയിട്ടുണ്ട്? 3. 3. എടേ, 1 കുത്തിയിട്ട് അടഞ്ഞതാ. എത്ര വട്ടം കുത്തിയിട്ടുണ്ടെന്നാ പറഞ്ഞത്? ഇപ്പോഴത്തെ കാര്യമല്ലേ ചോദിച്ചത്? എടേ, ഇവിടെ 4 എണ്ണം കുത്തിയായിരുന്നു. എന്റെ കാതിൽ എത്ര കമ്മലുണ്ടെന്നല്ലേ, എത്ര കുത്തിയിട്ടുണ്ടെന്നല്ലേ ഞാൻ ചോദിച്ചത്. അത് പറ്റത്തില്ല, ഞാൻ കറക്റ്റ് ആയിട്ട് പറഞ്ഞ. എനിക്ക് പോയിന്റ് അതില്ല, നോക്കി എഴുതണ്ട പോയിന്റ്. കാതിൽ ഇപ്പൊ എത്ര കമ്പലുണ്ട്? 1 2 3. പിന്നെന്തരാ? പക്ഷെ അവള് 4 എണ്ണം കുത്തിയിട്ടുണ്ട്. കാതിലെ കുത്തിയിട്ടുള്ളായിരുന്നു. ഞാൻ ലാസ്റ്റ് ആയിട്ട് ഹെയർ സ്ട്രേറ്റ് ചെയ്തത് എന്ന് മാസോ? തൃശ്ശൂര് പോയാ ചെയ്തേ. അന്ന് പോയിട്ട് വരുമ്പോഴാണ് നമുക്ക് ഡിസംബർ നവംബർ 15. മാസം കറക്റ്റ് ആയിരുന്നു. മാസം പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. എനിക്ക് അറിഞ്ഞൂടെ, ചുമ്മാ ഗസ് ചെയ്ത. ഇനി വേറെ ഞാൻ നോക്കാത്തോണ്ടാത്. എന്റെ ഫേവറേറ്റ് സബ്ജക്ട് പണ്ടത്തെ ഒളിഞ്ഞോട്ടം. ഞാൻ മണ്ടത്തിനാണെങ്കിലും അങ്ങ് എഴുതും. ബയോളജി. ബയോളജി. തെറ്റിക്കണേന്നുള്ള പ്രാർത്ഥന നേർച്ചയൊക്കെ നേർന്നെന്ന് തോന്നുന്നു. ഞാൻ തോക്കാൻ നമ്മള് 3 പേരും ആദ്യമായിട്ട് ഡാൻസ് ചെയ്ത പാട്ട്. ഫസ്റ്റ് ആദ്യമായിട്ട് നമ്മള് 3 പേരും ഒന്നിച്ച്. മലയാളം വരുന്ന തമിഴായിരുന്നു? അതെങ്കിലും പറ. മലയാളം. മലയാളം ഇല്ല, എനിക്കറിയാം. ഞാൻ ചുമ്മാ കാണിച്ചത്. ഇതെല്ലാം നടുപ്പ്. ഞാൻ ഉദ്ദേശിച്ചതാണോ എന്തോ അറിയാൻ വയ്യ. ഓള മെലഡി മെലഡി ഓള മെലഡി സരിഗ സരിഗ സരിഗീസ. സന്തോഷം. ചുരിദാറാണോ സാരിയാണോ ഇഷ്ടം? അതെ, ഞാൻ എഴുതുന്ന സൗണ്ട് വെച്ച് കുറെ കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ എഴുതി കഴിഞ്ഞ് കുറെ കുട്ടി വരയ്ക്കും കേട്ടോ. സാരി, ചുരിദാർ, സാരി. അപ്പൊ ആ പോയിന്റ്
ഇവന്റെ ഇതിനകത്ത് എനിക്ക് നല്ല പ്രതീക്ഷയുണ്ട്. ഞാനതിൽ വിജയിച്ചിരിക്കും. പ്രതീക്ഷയുണ്ട്. ഞാനതിൽ വിജയിച്ചിരിക്കും. എനിക്ക് നല്ല പ്രതീക്ഷയുണ്ട് കൊച്ചുവിന്റെ ഇതിനകത്ത്. ഇതിനുള്ളത് ഞാൻ തരാം. മിണ്ടരുത്. എവിടെ പാതി എവക്ക് പോലും അറിയത്തില്ല. എടാ എവക്ക് പോലും അറിയത്തില്ല. എവക്ക് തന്നെ അറിയത്തില്ല. കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. നമ്മൾ എഴുതിയിട്ട് അത് കണ്ടൊക്കെ എഴുതി വെച്ച് ചോദ്യം ചോദിച്ച ആളെ ഉത്തരം നമ്മളെ കണ്ടെഴുതി. അങ്ങനത്തെ കൊണ്ടായിരുന്നു ഗൈസ്. അപ്പൊ ഗൈസ് അത്രേ ഉള്ളൂ ഗൈസ്. അപ്പൊ നമ്മുടെ ഹൂ നോ മീ ബെറ്ററിന്റെ പാർട്ട് 2 അവസാനിച്ചിരിക്കുകയാണ്. അപ്പൊ ഹോപ്പ് ഗൈസ് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.